ടൊയോട്ട കോളിസ് 2004 മോഡൽ വണ്ടിയാണ്. ഇതിൻ്റെ ക്ലച്ചായിരുന്നു കംപ്ലൈൻറ്റ്. കസ്റ്റമറുടെ അടുത്ത് ചോദിച്ചാൽ അത് മാറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ കസ്റ്റമറുടെ അടുത്ത് ചോദിക്കാൻ എങ്ങനെയുണ്ടോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കസ്റ്റമർ തന്നെ പറയട്ടെ. എങ്ങനെയുണ്ട് സാറേ? വളരെ നന്നായിട്ടുണ്ട്. എല്ലാം നല്ല പെർഫെക്റ്റ് ആണ്. നേരത്തെ വരുമ്പോൾ എന്താ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്? നമുക്ക് ഗിയർ മാറ്റാനുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം നല്ല പുതിയ വണ്ടിയുടെ ഇതുപോലെ തന്നെ സ്മൂത്ത് തന്നെ. പുള്ളിങ് ഒക്കെ ഓക്കെയാണ്. നമ്മുടെ വർക്ക് ചെയ്തത് ഇഷ്ടമായ നിങ്ങൾക്ക്? എല്ലാ കാര്യങ്ങളും ചെയ്തില്ല, നിങ്ങൾ നിന്നപ്പോഴല്ലേ ഞാൻ ചെയ്തത്. അത് ഗുണമാണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റി. എല്ലാം പെർഫെക്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു സർ. ഓയിൽ ലീക്ക് പോലെ വന്നതാണ്, സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ ലീക്കായിട്ട് വന്നതാണ് നമ്മുടെ അടുത്ത്. ഓടിച്ച് നോക്കിയപ്പോൾ തന്നെ അതിൽ ക്ലച്ച് ഹാർഡ്നെസ് ഒരുപാട് ഹാർഡായിരുന്നു. എന്നിട്ട് കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു ഓയിൽ നമുക്ക് നോക്കാം, ലീക്ക് നോക്കാം, പിന്നെ ഹാർഡ്നെസ് ഉണ്ട് ക്ലച്ചിൻ്റെ എന്ന് പറഞ്ഞു കസ്റ്റമറുടെ അടുത്ത്. അപ്പോൾ കസ്റ്റമർ നോക്കി, അപ്പോൾ ഹാർഡ് ഉണ്ട്, നിങ്ങൾക്ക് കാല് വേദന വരും, ഒരുപാട് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ കാലടക്കം വേദന വരും, പിന്നെയും ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർ പറഞ്ഞത് ചെയ്യാനായിട്ട് പറഞ്ഞു നമ്മുടെ അടുത്ത്. അധികം കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ 10-20 ഓടിക്കുമ്പോൾ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിനേക്കാൾ കൂടുതലായിട്ട് ഓടിക്കുമ്പോൾ അധികം ബുദ്ധിമുട്ട് വരും, കാല് വേദന അടക്കം വരും ഇതിനകത്ത്. അതുകൊണ്ടാണ് ക്ലച്ച് പോയിട്ടാണ് ആ ഹാർഡ്നെസ് വരുന്നത്. ക്ലച്ച് മാത്രമല്ല, ക്ലച്ചും പോയിട്ടുണ്ടാവും, അതുപോലെ റിലീസ് ബെയറിംഗ് പോയിട്ടുണ്ടാവും, അതിലൊരു കവറും ഡാമേജ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും ഹാർഡ്നെസ് വരുന്നത്. കസ്റ്റമർ അങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടല്ല വന്നത്, ഓയിൽ ലീക്കും കൊണ്ടാണ് നമ്മുടെ അടുത്ത് വന്നത്. ഓയിൽ ലീക്കും അതേപോലെ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഒരുപാട് ടൈറ്റും, ഇങ്ങനെ തിരിയും, ഒന്ന് പിന്നെ ടൈറ്റാവും, പിന്നെയും റിലീസാവും, പിന്നെ ടൈറ്റാവും, അങ്ങനെയാണ് വന്നത്. അത് 2 കാര്യം കൊണ്ടാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നത്. നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റില്ല, അതിൻ്റെ ഷാർപ്പ് ജോയിൻറ്റ് അത് കംപ്ലൈൻ്റാണ്. അത് അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഹാർഡ്നെസ് വന്നത്. എന്നിട്ട് നമ്മൾ മാറ്റിയില്ല, അത് മാറ്റേണ്ട ആവശ്യമില്ല, ഷാർപ്പ് ജോയിൻറ്റ് പോയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്താണ് വിട്ടത്. അപ്പോൾ തന്നെ ഇപ്പോൾ സ്റ്റിയറിംഗ് ഫ്രീ ആണ്. നേരത്തെ സ്റ്റിയറിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കും, എന്നിട്ടേ തിരിയുള്ളൂ, അങ്ങനെ പിടിക്കും, എന്നിട്ട് തിരിയുള്ളൂ, അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഫ്രീ ആണ്, ഒരു കുഴപ്പമില്ല. അതിന് ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് പോയിട്ടില്ല, പക്ഷേ ഹാർഡ്നെസ് ഉണ്ട്. അത് ടൈറ്റ് ആയതുകൊണ്ടാണ് ആ ഹാർഡ്നെസ് വന്നത്. അതൊന്ന് റിലീസ് ചെയ്തു, WD-40 അടിച്ചിട്ട് ക്ലീൻ ചെയ്ത് വെച്ചപ്പോൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. എല്ലാ വണ്ടിക്കും അങ്ങനെ ഹാർഡ്നെസ് വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരില്ല വണ്ടിക്ക്. അതേപോലെ തന്നെ കസ്റ്റമർക്ക് ഒരു കംപ്ലൈൻറ്റും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ട് വരിക, സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഒരു സൗണ്ട് വരിക, ഇതാണ്ട മാർക്ക് കണ്ട, അതുകൊണ്ടാണ് സൗണ്ട് വരുന്നത്. അതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്ത അയച്ചിട്ട് ഒന്നുകൂടെ വെച്ചാൽ ക്ലിയർ ആവും. അതുകൊണ്ട് അത് മാത്രം ചെയ്താൽ മതി. ആ ഒരു സൗണ്ടും പ്രത്യേകിച്ചുള്ള സൗണ്ടുകളൊക്കെ കസ്റ്റമർ മനസ്സിലാവും. എന്തെങ്കിലും ചെറിയ സൗണ്ട് വന്നാൽ തന്നെ കസ്റ്റമർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ആ ഒരു ടൈറ്റും അതേപോലെ തന്നെ ഈ ഒരു സൗണ്ട്, സ്റ്റിയറിങ്ങിൻ്റെ ഒരു സൗണ്ടും പറഞ്ഞു തന്നത്. ഇനി നമ്മളൊന്ന് അഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടാൽ റെഡിയാവും. അതിൻ്റെ ബോൾട്ട് ഉണ്ടല്ലോ, ഇവിടെ വരുന്ന ബോൾട്ട്, അത് മിസ്സായാലും ഈ സൗണ്ട് വന്നുകൊണ്ടേയിരിക്കും. സ്റ്റിയറിങ്ങും അതിൻ്റെ കിറ്റും അത് മുട്ടിയിട്ടാണ് ആ സൗണ്ടുകൾ, കവറ്, കിറ്റല്ല കവറ്, മുട്ടുമ്പോഴാണ് ആ സൗണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും അതൊന്ന് നമ്മൾ സ്റ്റിയറിംഗ് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ റിലീസ് ചെയ്താൽ ക്ലിയർ ആവും. അതിൻ്റെ സ്ക്രൂ അടക്കം മിസ്സിങ് ആണ്. അത് നാച്ചുറൽ അല്ല, ഒറിജിനൽ അല്ല ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൈഡാണ് ഒറിജിനൽ, ആ സൈഡ് ഒറിജിനൽ അല്ല. അതുകൊണ്ടാണ് ആ സൗണ്ട് മറ്റേ ഒരു ഗിർന്നുള്ള സൗണ്ട് വന്നുകൊണ്ടേയിരുന്നത്. അതൊന്ന് ക്ലിയർ ആക്കിയാൽ ക്ലിയർ ആവും. സ്ക്രൂ അവിടെ ഇതല്ല ഓയിൽ, ഇത് വന്നിട്ട് അടിയിലുള്ളതാണ്. ഇത് ഇവിടെ വെച്ചാൽ മതി കേട്ടോ. അത് ഒറിജിനൽ അവിടെ വയ്ക്കുന്നത്. ഇത് വന്നിട്ട് ഇവിടെ വയ്ക്കുന്നത് കേട്ടോ. ഈ പൊസിഷനിൽ വെക്കുന്ന സാധനമാണ് ഇത്. ഈ കവറിൽ ഹോൺ അടിക്കുന്ന കവറില്ല, അവിടെയാണ് ഇത് വയ്ക്കേണ്ടത്. അത് ഇതും ബാഡാണ്. പിന്നെ ഉള്ളത് ഈ ഇവിടെ ഒരു കവറിൽ ഒരു സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് റിലീസ് ചെയ്ത് ഞാൻ അതും
ഒരു ചെറിയ സൗണ്ട് പോലും കസ്റ്റമറിന് ഇഷ്ടമാകുന്നില്ല. വണ്ടിക്ക് ഗുഡായിട്ട് നിൽക്കണം. ആ സൗണ്ടും പറഞ്ഞു, അതും ക്ലിയർ ആക്കിയിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ആ സൗണ്ട് മാത്രം ക്ലിയർ ആക്കിയ ഫിനിഷായി. ഇതിൽ ഉണ്ടായിരുന്ന ക്ലച്ച് വന്നിട്ട് ലൂക്കിൻ്റെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് ഒരുപാട് ഹാർഡ്നെസ് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് തുരുമ്പും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ടൈറ്റ് വരാൻ കാരണം. അതും ക്ലച്ച് ഞാൻ കാണിച്ചു തരാം. എല്ലാ കാര്യങ്ങളും ക്ലിയറായി കസ്റ്റമറിനെ ഓടിക്കാൻ പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പറയുന്നത് മാത്രമേ ഞാൻ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞുള്ളൂ. കസ്റ്റമർ ഓടിച്ചിട്ട് നോക്കിയിട്ട് പിന്നെ നിങ്ങൾ കണ്ടല്ലോ, അതേപോലെ പറഞ്ഞു ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഓരോരോ സൗണ്ട് അടക്കം അവർ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. വണ്ടിക്ക് എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. അപ്പോൾ ക്ലച്ച് മാറ്റിയപ്പോൾ ഓക്കെയാണ്, ക്ലിയർ ആണെന്ന് കസ്റ്റമറിന് എൻ്റെ അടുത്തും പറഞ്ഞത് ഓക്കെയാണ്. അപ്പോൾ ക്ലച്ചിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും പണ്ട് ഉണ്ടായിരുന്ന ക്ലച്ച് എങ്ങനെയുണ്ട്, ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ക്ലച്ചാണ് നമ്മൾ മാറ്റിയത്. അത് ലൂക്കിൻ്റെ തന്നെയാണ് നമ്മളിടുന്നത്. ടൊയോട്ടയ്ക്ക് എല്ലാ വണ്ടിക്കും ഞാൻ ലൂക്ക് മാത്രമേ ഇടുന്നുള്ളൂ. ഇന്നോവയ്ക്ക് അതേപോലെ കോളിസിന് ലൂക്ക് തന്നെ ഇടുകയുള്ളൂ. വേറെ ബ്രാൻഡ് ഞാൻ ഇടുകയില്ല. വേറെ ബ്രാൻഡിലും കിട്ടാനുണ്ട്, വാല്യൂ പിന്നെ എക്സൈഡ് അങ്ങനെയുള്ള ബ്രാൻഡിൽ കിട്ടാനുണ്ട്. അതൊന്നും ഇടില്ല. ഞാൻ ലൂക്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് ക്ലച്ച് വന്നിട്ട് ഹാർഡാകാൻ കാരണം ഇത് ഉള്ളിൽ ടൈറ്റായിരുന്നു. ഗിയർ ബോക്സ് ഞാൻ ആ വീഡിയോ എടുത്തില്ല. ഉള്ളിൽ ഹാർഡായിരുന്നു. നമ്മൾ ഇത് വന്നിട്ട് റിലീസ് ബെയറിങ് ഗിയർ ബോക്സിന്ന് എടുക്കുമല്ലോ, അപ്പം തന്നെ ഇങ്ങനെ വലിക്കുന്നേയില്ല, പുറത്ത് വരുന്നേയില്ല. അത് തുരുമ്പ് കൂടി ഹാർഡായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ക്ലച്ച് പെഡലടക്കം ഇത്രയും ഹാർഡായത്. ഉള്ളിൽ കണ്ടില്ലേ, മാർക്ക് പോലെയാണ് കാണുന്നത്, കണ്ടില്ലേ? അത്രയും ഹാർഡായിരുന്നു വണ്ടിക്ക്. അത് കസ്റ്റമർക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞേ ഇല്ല നമ്മുടെ അടുത്ത്. നമുക്ക് ഈ ലീക്കും ഒരു സൗണ്ടിനും വേണ്ടി മാത്രം നമ്മുടെ അടുത്ത് വന്നതാണ്. അതുപോലെ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ അധികം ഹാർഡ്നെസ് ഉണ്ട് എന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഞാൻ ക്ലച്ച് വണ്ടി എടുക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ ക്ലച്ച് ചവിട്ടുമ്പോൾ തന്നെ ഒരുപാട് ഹാർഡ്നെസ് ഉണ്ട്. എന്നിട്ട് കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ മാറിക്കോളി, എത്ര രൂപയാവുമെന്ന് ചോദിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ തന്നെ മാറ്റിക്കോളി, ഇനിയിപ്പോൾ കുഴപ്പമില്ല, മാറ്റാതെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ മാറ്റിയത് ഞാൻ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ മാർക്ക് വന്നിരിക്കുകയാണ്, കണ്ടില്ലേ? മാർക്ക് ഇവിടെ തുരുമ്പ്, എല്ലായിടത്തും തുരുമ്പുകളും അങ്ങനെ നിന്നിട്ടാണ് വണ്ടി. പക്ഷെ ബെറ്ററായിട്ട് ഓടിക്കും. അവർ സർവീസ് അടക്കം ബെറ്ററായിട്ട് ചെയ്യും, ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല. ഇതുപോലെയാണ് റിലീസ് ബെയറിംഗ് അടക്കം ഇതുപോലെയാണ് ഇരിക്കുന്നത്. തുരുമ്പ് കണ്ടില്ല, ഇതിൻ്റെ ബെയറിംഗ് അടക്കം പോയിട്ടാണ് ഇതുപോലെ തുരുമ്പ് വന്നത്. ബെയറിംഗ് കണ്ണുകൊണ്ട് നോക്കിയാൽ മനസ്സിലാവും, ക്യാമറയിൽ നോക്കിയിട്ട് കാണില്ല. ഉള്ളിലുള്ള ബെയറിംഗ് അടക്കം ഡാമേജാണ്. ഗ്രീസും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ തിരിക്കുമ്പോൾ തന്നെ സൗണ്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെന്തായാലും കേൾപ്പിച്ച് തരാൻ പറ്റില്ല എനിക്ക്, കണ്ടില്ല? അതുമാത്രമല്ല ക്ലച്ചിൻ്റെ ഡിസ്ക് ഇതാ ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത്. മാർക്ക് ഇല്ല, തേഞ്ഞ് നിൽക്കുകയാണ്. അതും കാണിച്ചു കൊടുത്തു ഞാൻ. ബ്രേക്ക് ഒന്ന് പിടിച്ചിട്ട് ആക്സിലേറ്ററും കൊടുത്തിട്ട് ക്ലച്ചൊന്ന് ചവിട്ടിയ അപ്പം തന്നെ വണ്ടി ഓഫാകുന്നില്ല. അതും കാണിച്ചു കൊടുത്തു കസ്റ്റമർക്ക്. അപ്പോഴാണ് മാറ്റാൻ പറഞ്ഞത് എൻ്റെ അടുത്ത്. ഈ മാർക്കൊക്കെ പോയി. അടിക്കടി ചെറിയ മാർക്കുണ്ട്, എന്നാലും അത്രയല്ല വരേണ്ടത്. ഗുഡായിട്ട് നിൽക്കണം. ഇതുപോലെ ഒരു മാർക്ക് വരണം. എല്ലായിടത്തും ഡാമേജാണ്, അതുകൊണ്ടാണ് മാറ്റേണ്ടി വന്നത് നമുക്ക്. അതുപോലെ സൗണ്ടും ഉണ്ട്, സ്പ്രിങ്ങിൻ്റെ സൗണ്ടും ഉണ്ട്. അതേപോലെ ഈ ഇവിടെ വരുന്നുണ്ടോ ടീത്ത്, അവിടെയും സൗണ്ട് ഉണ്ട്. അതൊക്കെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഇത്രയും ഹാർഡ്നെസ് വന്നത്. ലൂക്കിൻ്റെയാണ് ഇട്ടിരിക്കുന്നത്. നേരത്തെ ഇട്ടത് ലൂക്ക് തന്നെയാണ്. അതുമാത്രമല്ല ഇതിൻ്റെ കവറുണ്ടല്ലോ, ഫുള്ള് ഡാമേജാണ്. ഇനി അധികം കിലോമീറ്റർ ഓടിച്ചാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോയി. ഒരു ലെഗ് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കും വണ്ടി. ഇപ്പോൾ ഏകദേശം കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഏത് വണ്ടി വന്നാലും നമുക്ക് അവർ പറയുന്ന വർക്ക് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, ഫുള്ളായിട്ട് നോക്കണം. നോക്കിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ഇടാനായിട്ട്. ഇത് ലൂക്കിൻ്റെ അല്ല, ലൂക്കിൻ്റെ ക്ലച്ചാണ്. പക്ഷേ ടൊയോട്ടയ്ക്ക് വരുന്നത് തന്നെ ലൂക്കാണ്. കണ്ടില്ലേ? ഇത് ലൂക്ക്
കണ്ടില്ല, പക്ഷേ മാർക്കിങ് ടൊയോട്ടൻ്റെയാണ്. അപ്പോൾ ടൊയോട്ടൻ്റെ ഒറിജിനലാണ് ഇട്ടിരിക്കുന്നത് ലൂക്ക് ഉണ്ട്. അപ്പോൾ ടൊയോട്ടയ്ക്ക് വരുന്നതും കോളിസിന് വരുന്നതും ലൂക്കിൻ്റെ ക്ലച്ചാണ്. ഇത് നേരെ ടൊയോട്ട ബ്രാൻഡിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം രൂപ വരും ഇതിനകത്ത്. ഇപ്പോൾ ആ രൂപ ഈ നമ്മൾ ലൂക്കിൻ്റെ മേടിക്കുമ്പോൾ അത്രയും രൂപ വരില്ല. രണ്ടും സെയിം തന്നെയാണ്, ലൂക്കാണ്. അവർ തരുന്നതും നമ്മൾ മേടിക്കുന്നതും സെയിം. ടൊയോട്ടൻ്റെ കമ്പനിയിൽ നിന്ന് തരുന്നതും ഇതും വ്യത്യാസമുണ്ട്, റേറ്റ് വ്യത്യാസമുണ്ട്. അതിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു 12-11 രൂപ വരും തോന്നണം, നോക്കിയിട്ടില്ല ഞാൻ. ഇത് വന്നിട്ട് 7,867. അതിൻ്റെ ഒരു 5% നമുക്ക് ഡിസ്കൗണ്ട് തരും, മനസ്സിലായോ? അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഇത്രയും അവസ്ഥയിലാണ്, ഇത്രയും ഡാമേജാണ് ക്ലച്ചിന്. അതുകൊണ്ടാണ് ഞാൻ മാറ്റിയപ്പോൾ ഇപ്പോൾ കസ്റ്റമറിനെ ആദ്യം ഞാൻ ഓടിച്ചില്ല, കസ്റ്റമറിനെ തന്നെ ഓടിച്ച് നോക്കുമ്പോൾ കസ്റ്റമറുടെ അടുത്ത് ചോദിച്ചു. ഞാനൊന്നും ചോദിച്ചിട്ടില്ല. കസ്റ്റമറെ നിങ്ങൾക്ക് ക്ലച്ച് മാറ്റിയത് എങ്ങനെയുണ്ട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞിട്ടാണ് ചോദിച്ചത്. അപ്പോൾ കസ്റ്റമർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടല്ലോ, ആദ്യം വീഡിയോ ഞാൻ അതാണ് ഇട്ടത്. കസ്റ്റമറിന് പറഞ്ഞത് ഗുഡാണ്. വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാൻ കസ്റ്റമറുടെ അടുത്ത് ചോദിച്ചത്. ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പറയണമല്ലോ, അത് നിങ്ങൾ കേൾക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം വീഡിയോ എടുത്തു, എന്നിട്ടാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയുണ്ട്, ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വേറെ എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ, ക്ലച്ച് എങ്ങനെയുണ്ട്, പെഡൽ എങ്ങനെയുണ്ട് എന്നൊക്കെ. അതിന് ശേഷം വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാൻ ചോദിച്ചത്. ആദ്യം തന്നെ കസ്റ്റമറുടെ അടുത്ത് വീഡിയോ എടുക്കുന്നുണ്ട്, സാർ ഇന്ന് ഉള്ള കംപ്ലയിൻറ്റ് പറഞ്ഞു കൊടുക്കണം പറഞ്ഞപ്പോഴാണ് ആ കസ്റ്റമർ സംസാരിച്ചത്. ഞാനായിട്ട് പറഞ്ഞതല്ല കേട്ടോ, അവരെ സംസാരിച്ചതാണ്. ഏകദേശം ഗുഡാക്കി കൊടുത്തിട്ടുണ്ട്. അത് ക്ലച്ച് മാറ്റുമ്പോൾ ഗിയർ ബോക്സ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഗിയർ ബോക്സിന് ചെറിയ പണികളുണ്ട്. അത് ചെയ്താൽ തന്നെ വണ്ടി നാച്ചുറൽ ആവുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വന്നുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ക്ലച്ച് മാത്രം മാറ്റിയാൽ മതി വെച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലുള്ള കേട്ടോ ക്ലച്ച് വരുന്ന ഭാഗത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് ചില ഭാഗത്ത് ഗ്രീസ് തൊട്ട് കഴിഞ്ഞാൽ ഫ്രീ ആവും. പിന്നെ നമുക്ക് ഒരു 60,000, 80,000, 1,00,000 വരെ ഓടിച്ചുകൊണ്ടേ ഇരിക്കുക. യാതൊരുവിധ കംപ്ലൈൻറ്റും വരില്ല എന്തായാലും. ആ സൗണ്ടൊന്ന് കസ്റ്റമർ നോക്കുകയാണ്. സ്റ്റെയറിങ്ങിൻ്റെ സൗണ്ടാണ് നമ്മളടുത്ത് പറഞ്ഞത്. അതൊന്ന് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിങ്ങിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണ് കസ്റ്റമർ. അവർക്ക് ചെറിയ സൗണ്ട് പോലും വരാൻ പറ്റില്ല വണ്ടിക്ക്. ആ സൗണ്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. റോഡും അടച്ചിട്ടാണ് നോക്കുന്നത് സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കംപ്ലീറ്റ് സൗണ്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ. അതിൻ്റെ സ്റ്റെയറിങ്ങിൻ്റെ സൗണ്ടാണ് പറഞ്ഞത്. ചെറിയ സൗണ്ടാണ്, അതുപോലും കസ്റ്റമർക്ക് ഇഷ്ടമല്ല. കോളിസിനെ സ്നേഹിക്കുന്ന ആളാണ് ഇവർ. അത് നമ്മുടെ അടുത്താണ് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു 3 തവണ 4 തവണ വന്നിട്ടുണ്ടാവും. എനിക്ക് ആക്സിഡൻ്റ് ആകുന്നതിന് മുന്നേ അയാൾ നമ്മുടെ അടുത്ത് വന്നിട്ടാണ് എല്ലാ വർക്കും ചെയ്തത്. ഇതിനകത്ത് ഗുഡായിട്ട് ചെയ്യുകയും ചെയ്യും. അതേപോലെ ചെറിയ സൗണ്ട് ഉണ്ടെങ്കിലും അയാൾ നോക്കിയിട്ട് നമുക്ക് പറഞ്ഞു തരും, ഈ സൗണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. വണ്ടി അടക്കം നാച്ചുറലായിട്ടാണ് നിൽക്കുന്നത്. വണ്ടി RS ആണ് എഴുതിയിരിക്കുന്നത്, RS അല്ല, GS ആണ്. വണ്ടി നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. വീഡിയോ ഒന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.